അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. രണ്ട് കരങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1000 ആരാധന സ്തുതിഗീതികൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന കർത്താവേ, അനവരതം അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ച് നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനയുടെയും വചനശ്രവണത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ 7ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 7-ാം തീയതി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം കൊണ്ട് നിറയുന്ന ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായും പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഐക്യത്തിൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഐക്യത്തിൻ്റെ അമ്മയാണ്. വിശുദ്ധ സുവിശേഷങ്ങളിലുടനീളം നമ്മൾ കാണുന്നുണ്ട് മാതാവ് ഐക്യത്തിൻ്റെ അമ്മയായി നിലകൊള്ളുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. അത് ഇപ്രകാരമാണ്: അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എങ്ങനെയാണ്, എപ്രകാരമൊക്കെയാണ് ഐക്യത്തിൻ്റെ അമ്മയായി തീരുന്നതിൻ്റെ നേർത്തെളിവാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 1-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനങ്ങൾ. ചിതറിത്തെറിച്ച് പോയിരുന്ന ശിഷ്യന്മാരെ കൂട്ടിയോജിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്തി അവരെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് അവരെ ഒരൊറ്റ ശക്തിയുള്ള ഗ്രൂപ്പാക്കി തീർത്തത് പരിശുദ്ധ ദൈവമാതാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ അമ്മയെക്കുറിച്ച് എന്തുമാത്രം പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നോ അത്രയേറെ മാതാവിനോട് അടുപ്പവും മാതാവിനോട് ഭക്തിയും ആദരവും തോന്നും. കാരണം ഭിന്നിപ്പിൻ്റെ അമ്മയല്ല, ഐക്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ ദൈവമാതാവ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, ഇന്ന് അനേകം ഭവനങ്ങളിൽ പലതരത്തിലുള്ള ഭിന്നിപ്പ് അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരി സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ അങ്ങേയറ്റത്തെ അനൈക്യം, ഭിന്നിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വലിയ സത്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഏതൊക്കെ വീടുകളിലാണോ മുടക്കം കൂടാതെ എന്നും പരിശുദ്ധ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ കുടുംബങ്ങളൊക്കെ ഐക്യത്തിൻ്റെ പ്രതീകങ്ങളായിത്തീരും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും പൊട്ടിത്തെറിച്ചു പോവില്ല. ചിലർ പറയാറുണ്ട്, ഓ അച്ഛാ, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ റബ്ബറിൻകായ പൊട്ടിത്തെറിക്കുന്ന പോലെയാണെന്ന്. നമുക്കറിയാം, റബ്ബറിൻകായ ഈ നല്ല വേനൽക്കാലത്ത് ആ മരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്നാ പ്രത്യേകത? 4 വശത്തോട്ടും ചെതറും അതിൻ്റെ കുരുക്കൾ. ഇങ്ങനെ റബ്ബറിൻകായ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ വീടിൻ്റെ കാര്യമെന്ന് ചിലർ പറയും. എന്തേ കാരണം? അവിടെ കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ, ഐക്യത്തിൽ നിർത്താൻ ഒരു അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്നില്ല. പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജപമാലകളിൽ കോർത്തിരിക്കുന്ന ജപമണികൾ പോലെയാകും നമ്മുടെ ജീവിതം. ഈ ഓരോ ജപമണികളുടെയും ഉള്ളിലൂടെ കോർന്ന് ഇങ്ങനെ പോകുന്ന ആ നൂല്, ആ ചരടുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധ അമ്മ. നമ്മളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്തുന്ന അതിശക്തമായ സാന്നിധ്യവും അതിശക്തമായ നിലവും ആണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഇങ്ങനെ ഐക്യത്തിൻ്റെ അമ്മയായി തീരുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ ഈശോ പറയുന്ന ഒരു വചനം കേൾക്കുന്നുണ്ട്. അത് 11-ാം തിരുവചനത്തിലാണ്. 11-ാം വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗം കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. എങ്ങനെയാണ് പിതാവേ ഇതുപോലെ പുത്രൻ ഐക്യത്തിലാകുന്നത്? പിതാവുമായി പുത്രൻ എപ്രകാരമാണ് ഐക്യത്തിലായിരിക്കുന്നത്, ഒന്നിച്ചിരിക്കുന്നതെന്ന് ഈ വചനം സമ്യക്കായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ പറയുന്നത്, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കാൻ. അപ്പോൾ ഈശോയും പിതാവായ ദൈവവും തമ്മിലുള്ള ഐക്യം, ഈ മാതൃക കർത്താവ് ഈശോ മിശിഹായ്ക്ക് അമ്മയിലൂടെ ലഭിച്ചു. അങ്ങനെ പിതാവായ ദൈവവും പുത്രനായ ഈശോയും ഇങ്ങനെ അങ്ങോട്ട് ഐക്യപ്പെട്ടു. നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറയല്ലേ, അടയും ചക്കരയും പോലെ. പിന്നെ വേർതിരിവില്ലാത്തതുപോലെ ഒന്നിച്ച് അങ്ങ് നിന്നപ്പോൾ ഒന്നിനൊന്നിന് രുചി കൂടി, മധുരം കൂടി, രസകരമായി തീരുന്നത് പോലെ മാതാവിനോട് ചേർന്ന് ഐക്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ അങ്ങേയറ്റം ആനന്ദഭരിതമായിത്തീരും, സന്തോഷദായകമായിത്തീരും. പിതാവായ ദൈവവും പുത്രനായ ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നാകണം. അതിന് പ്രിയപ്പെട്ടവരെ അമ്മയുടെ സാന്നിധ്യം വേണം. ഇന്ന് നമുക്കറിയാം, പല ഇടവകകളിലും എന്തുമാത്രം ഭിന്നിപ്പാണ്. വികാരിച്ചനും വിശ്വാസ സമൂഹവും തമ്മിൽ, ഇടവക സമൂഹവും തമ്മിൽ. ഇനി ഇടവക സമൂഹത്തിലെ പല തരത്തിലുള്ള
വിശ്വാസ പരിശീലന ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ പലതരത്തിലുള്ള ഭിന്നിപ്പ്. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ നല്ല പരിചയമുള്ളതാണ് കൊയർ ടീമിൽ. അത് സർവ്വസാധാരണമായി കാണുന്ന പോലെ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇടവകകളിൽ പലതരത്തിൽ ഭിന്നിപ്പിൻ്റെ ശക്തമായ സ്വരങ്ങളും ഇടർച്ചകളും ഉണ്ടാകുന്നത്? അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ഐക്യമുണ്ടാകും. ഒരു തരത്തിലും ഭിന്നിക്കുന്ന ഒരു വിമത സ്വരം ഇടവകകളിൽ നമ്മൾ മുഴങ്ങി കേൾക്കുകയില്ല. ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ ഇത് സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ഭിന്നിച്ച് തകർന്നു പോകാതിരിക്കാനായിട്ട്. വീണ്ടും നമുക്കറിയാം, രൂപതകളിൽ ഇടവകകൾ തമ്മിൽ ഭിന്നിപ്പ്, അഭിവന്ദ്യ പിതാക്കന്മാരുമായിട്ട് അനൈക്യം, ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ തീഷ്ണതയോടെ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അമ്മയെ നമ്മുടെ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ മാതാവ് നമുക്കെല്ലാവർക്കും തുണയായി, താങ്ങായി, തണലായി കൂടെ നിൽക്കും. അവിടെ പ്രിയപ്പെട്ടവരെ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ ഉയരുകയില്ല, അനൈക്യങ്ങൾ ഉണ്ടാവുകയില്ല, പൊട്ടിത്തെറിച്ച് പോവുകയില്ല. ഇടവക മുഴുവനും സമൂഹം മുഴുവനും ഒന്നിച്ചു നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും. അത് എങ്ങനെയുള്ള ഐക്യമായിരിക്കണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വചനത്തിൽ ഈശോ പറയുന്നു ഇങ്ങനെയാ: അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഇവിടെ ഈശോയുടെ ഏക പ്രാർത്ഥന എന്നതാ? ഒന്നായിരിക്കാനായിട്ട്. നമ്മളെല്ലാവരും ഒന്നായിരിക്കണം, ഐക്യത്തിലായിരിക്കണം. ഇതാണ് കർത്താവ് യേശുമിശിഹ ആഗ്രഹിക്കുന്നത്. ഏത് സമൂഹത്തിലായാലും, ഏത് ഇടവകയിലായാലും, ഏത് രൂപതയിലായാലും ഐക്യത്തിലായിരിക്കാൻ കർത്താവ് യേശുമിശിഹ ആയിരിക്കുന്നു. അതെങ്ങനെയാണ്? അവരെല്ലാവരും, നമ്മളെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി കർത്താവ് യേശുമിശിഹ പ്രാർത്ഥിക്കുന്നു. ആ ഒന്നായിരിക്കുന്ന എങ്ങനെയാണെന്നാണ്? പിതാവായ ദൈവവും ഈശോയും തമ്മിൽ ഒന്നായിരിക്കുന്ന പോലെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നുണ്ട്, ഓരോ സമൂഹങ്ങൾ, അത് സന്യാസമൂഹങ്ങളായാലും സഹോദരി സഹോദരന്മാരെ സമൂഹങ്ങളായാലും സഭയിൽ മൊത്തത്തിലായാലും ഭിന്നിപ്പുകൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ സജീവമായ സാന്നിധ്യം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഭിന്നിപ്പുകളൊക്കെ മാറിപ്പോകും. കത്തോലിക്ക സഭയിൽ എവിടെയൊക്കെ എന്തൊക്കെ ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ഭിന്നിപ്പുകൾ സംഭവിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ അഭിവന്ദ്യ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭിന്നിപ്പുകളൊക്കെ മാറിപ്പോയി. അനൈക്യങ്ങളൊക്കെ ഐക്യത്തിന് വഴിമാറിക്കൊടുത്തു. അമ്മയുടെ നേതൃത്വത്തിൽ സഭ ഒന്നായി മുന്നേറി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വചനം: നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. കർത്താവ് യേശുമിശിഹ മഹത്വം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. അമ്മയിലൂടെ നമുക്ക് ഈ മഹത്വം തന്ന് അനുഗ്രഹിക്കുന്നു, നമ്മൾ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ 23-ാം വചനം, 17-ാം അധ്യായം 23-ാം വചനം പറയുന്നു: അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഒരംശം പോലും മാറി നിൽക്കാതെ പൂർണ്ണമായും ഒന്നാകണം. അതിന് പ്രിയപ്പെട്ടവരെ നമുക്ക് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധ മാതാവ് ഐക്യത്തിൻ്റെ അമ്മയാണ്. ഇടവകകളിൽ ഐക്യമുണ്ടാകാൻ, രൂപതകളിൽ ഐക്യമുണ്ടാകാൻ, സഭയിൽ ഐക്യമുണ്ടാകാൻ, നമ്മൾ ഓരോരുത്തരെയും കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകാൻ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഐക്യമുണ്ടാകാൻ നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാം. അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ കർത്താവ് യേശുമിശിഹായെ
ആരാധിക്കാം. അപ്പോൾ ഈശോ പറഞ്ഞതുപോലെ അവർ പൂർണ്ണമായും ഒന്നാകാനായി ഞാൻ അവരിലും അങ്ങ് എന്നിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ഐക്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിക്കാം. ദിവ്യകാരുണ്യമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഈശോയും പിതാവായ ദൈവവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഒന്നായിത്തീരാൻ, ഐക്യത്തിൽ ജീവിക്കാൻ, ഐക്യപ്പെടാൻ കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി സ്തുതിച്ചുണരട്ടെ, സ്തുതിച്ചുണരട്ടെ. ഓ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അതിശക്തമായ സാന്നിധ്യം പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്താം, ഇരു കരങ്ങളും ഉയർത്തി വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, അഭിഷേകം എല്ലാവരിലും വന്ന് നിറയാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. യേശുവേ, എല്ലാവരും ഒന്നായി തീരുവാൻ, ഐക്യത്തിൽ ജീവിക്കാൻ, അമ്മയോടൊത്തെന്നും ആരാധിക്കാൻ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ഒന്നായി തീരുവാൻ, ഐക്യത്തിൽ ജീവിക്കാൻ, അമ്മയോടൊത്തെന്നും ആരാധിക്കാൻ. രണ്ട് കൈകളും ഉയർത്തി കർത്താവേ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പാൻ നമുക്ക്. കർത്താവ് യേശുമിശിഹാ അരുളി ചെയ്തില്ലേ, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഇന്ന് എത്രയോ ഭവനങ്ങളിലാണ് വലിയ അസ്വസ്ഥതകളും ഭിന്നതകളും അനൈക്യങ്ങളും ഉടലെടുക്കുന്നത്. മാതാപിതാക്കൾ തമ്മിൽ ഐക്യമില്ലാതെ ജീവിക്കുന്നതുകൊണ്ട് അത് കണ്ട് വളരുന്ന മക്കളും അതുപോലെ തന്നെ ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ ഭിന്നത്തോടുകൂടി ജീവിക്കുന്നു. ഒരിക്കലും ഐക്യപ്പെടാതെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്വരങ്ങളില്ലാതെ ജീവിക്കുന്ന എന്തുമാത്രം വീടുകളാണുള്ളത്. പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ആരാധനാ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അയക്കണമേ. പരിശുദ്ധ അമ്മയെ ആ കുടുംബങ്ങളുടെയൊക്കെ അമ്മയായിട്ട് നൽകണമേ. ഐക്യത്തിൻ്റെ അമ്മ പരിശുദ്ധ ദൈവമാതാവ് എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചേരുമ്പോൾ അനൈക്യമുള്ള കുടുംബങ്ങളൊക്കെ ഐക്യത്തിൽ ജീവിക്കാൻ ഇടവരുത്തണമേ. ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ മാറ്റിക്കളയണമേ. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാക്കണമേ. മക്കളെ, നമുക്ക് അമ്മയോട് ചേർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ വലിയ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ, വലിയ അനൈക്യങ്ങളുള്ള കുടുംബങ്ങൾക്ക് കർത്താവേ, അങ്ങയുടെ അമ്മയെ നൽകി അവിടെ ഐക്യം കൊടുക്കണമേ. തകർന്നു പോകാതിരിക്കാൻ അവരുടെയൊക്കെ കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങൾ പൊട്ടി തകർന്നു പോകാതിരിക്കാൻ അമ്മ തന്നെ ചെന്ന് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തീരുമാനമാകണമേ. അമ്മ തന്നെ ആ കുടുംബങ്ങളുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ ആ ഓരോ കുടുംബാംഗങ്ങളുടെയും അമ്മയായി വർത്തിക്കണമേ. കരമുയർത്തി വിളിക്കുക, കരമുയർത്തി വിളിക്കാൻ നമുക്ക്. തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും പുനരുദ്ധരിക്കപ്പെടാൻ വേണ്ടിയിട്ട്
ഒരുമിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. മാതാവിന്റെ മാധ്യസ്ഥം, ഐക്യത്തിന്റെ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വിളിക്കുന്നു, വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ഐക്യത്തിന്റെ കുടുംബങ്ങളാക്കി എല്ലാ കുടുംബങ്ങളെയും രൂപപ്പെടുത്തണമേ. വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്നായി തീരുവാൻ ഐക്യത്തിൽ ജീവിക്കാൻ അമ്മയോടൊത്തെന്നും ആരാധിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പാൻ നമുക്ക്. ഈശോയെ, പല ഇടവകകളിലും എന്തുമാത്രം തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഒരു ഇടയൻ്റെ കീഴിൽ അജഗണങ്ങൾ മുഴുവൻ ഒന്നിക്കാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ കർത്താവെ അങ്ങ് അരുളി ചെയ്തത്, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിന്ന് ഇടവക ജനങ്ങളും വികാരിയച്ഛനും ഒരുമിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് മുന്നേറുവാനുള്ള വരം നൽകണമേ. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളുണ്ടെങ്കിൽ, ഇടർച്ചയുടെ സ്വരങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയുവാൻ പരിശുദ്ധ അമ്മയെ തന്നെ എല്ലാ ഇടവകളുടെയും അമ്മയായിട്ട് നൽകണമേ. ഐക്യത്തിൻ്റെ അമ്മ ഓരോ ഇടവകളിലും എത്തിച്ചേരുമ്പോൾ മാതാവേ, എല്ലാ അനൈക്യങ്ങളെയും മാറ്റിക്കളയണമേ. ഏതെങ്കിലുമൊക്കെ ഭക്ത സംഘടനകളിലോ ഇടവകയിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ ഭിന്നിപ്പിൻ്റെയും മുറുമുറുപ്പിൻ്റെയും അനൈക്യത്തിൻ്റെയും ഒക്കെ സ്വരങ്ങളുണ്ടെങ്കിൽ അമ്മയെ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് അതെല്ലാം എടുത്തു കളയണമേ. അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് അവരെയൊക്കെ ഒന്നിപ്പിക്കണമേ. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരൊറ്റ സമൂഹമായി കർത്താവെ, അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ഒന്നായിരിക്കുന്ന പോലെ, പിതാവായ ദൈവമായി ഒന്നായിരിക്കുന്ന പോലെ ഇടവകളിലെ സകല വിശ്വാസ സമൂഹവും വികാരിയച്ഛനും ഒന്നായിത്തീർന്ന് മുന്നേറുവാനുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ചേർന്ന് അതിനായിട്ട് ഐക്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രൂപതകളെ, എല്ലാ രൂപതകളും ഐക്യത്തിലായിരിക്കുവാൻ, സന്യാസ സമൂഹങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ ഒന്നായിത്തീരാൻ, അനൈക്യത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും മാറിപ്പോകാനും ഐക്യത്തിൻ്റെ അമ്മയെ വിളിച്ച് മക്കളെ നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കരമുയർത്തുക. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലുമൊക്കെ സമൂഹങ്ങളിൽ, അത് രൂപതയിലാകട്ടെ, പരിശുദ്ധ കത്തോലിക്ക സഭയിലാകട്ടെ, ഇടവകളിലാകട്ടെ, സന്യാസ സമൂഹങ്ങളിലാകട്ടെ, ഏതെങ്കിലുമൊക്കെ സമൂഹങ്ങളിലാകട്ടെ, ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനായിട്ട് ഐക്യത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരമുയർത്തി വിളിക്കുക, കരമുയർത്തി വിളിക്കുക. യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ സംരക്ഷണവും ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നു അവിടെയൊക്കെ ഐക്യങ്ങൾ ഉണ്ടായിത്തീരും, അവിടെയൊക്കെ അനൈക്യങ്ങൾ വിട്ടുപോകും. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, കൈകൾ കൂപ്പി ഒന്നായി തീരുവാൻ, ഐക്യത്തിൽ ജീവിക്കാൻ അമ്മയോടൊത്തെന്നും ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ആരാധന, ആരാധന, ഈശോയേ, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദിവ്യകാരുണ്യമേ
ഒന്ന് ചേർന്ന് ആരാധിച്ച് ദിവ്യകാരുണ്യമേ ആരാധന. ഇരുകരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാ കുടുംബങ്ങളും ഐക്യത്തിൽ ഒന്നായി തീരും. അനൈക്യങ്ങളൊക്കെ വിട്ടു മാറിപ്പോയിക്കൊള്ളും. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിമിഷം വ്യാപരിക്കട്ടെ. കർത്താവേ, ഐക്യത്തിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു കർത്താവേ. ലോകത്തിന്റെ മുഴുവൻ എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവേ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവ് ഐക്യത്തിൽ ജീവിക്കാൻ, കർത്താവേ നിന്നെ സ്തുതിച്ച് ആരാധിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോ